എൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബുദ് ആൽക്കമിസ്റ്റ് എന്ന ചാനലിലേക്ക് ഒരു കിടിലോസ്കി നമസ്കാരം ഇരിക്കട്ടെ. ഒരു കിടുക്കാച്ചി തക്കാളി ചട്നി റെസിപ്പി കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും പൂ പോലത്തെ ഒരു സാധനം കേട്ടോ. എന്നിട്ട് നല്ല പൂ പോലത്തെ ദോശ ഇഡ്ഡലി മുകളിലേക്ക് അവനെ വെച്ചൊരു പിടുത്തം പിടിച്ച എൻ്റെ ചങ്ങാതി കൊതി വന്നിട്ട് രക്ഷയില്ലല്ലേ. അപ്പോൾ നമ്മുടെ സ്ഥിരം കലാപരിപാടി ആദ്യം തന്നെ തക്കാളിയും സവോള എടുത്ത് നല്ലോണം അങ്ങ് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെക്കുക. ആ സെറ്റാക്കി വെക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ വാരി ഉതറാനും മറക്കില്ല. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഇത് ഷെയർ കൊടുക്കാൻ മറക്കില്ല. രാവിലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചട്നി ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് ഉപകാരമുള്ളൊരു സംഭവമാണ്. എന്നിട്ട് നമ്മുടെ പരിപാടി തക്കാളി എടുക്കുക, അവനെ ചെറുതായിട്ട് കുനുകുനാന്നരിയുക. കുനുകുനാന്ന് ഇതുപോലെ ചെറിയ 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 പീസായിട്ട് എടുക്കുക. തക്കാളി നമ്മൾ 1 കിലോ എടുക്കുകയാണെങ്കിൽ സവോള നമുക്കൊരു 400 ഗ്രാം മതി. ആ ഒരു കണക്കിനാണ് നമ്മൾ ഈ തക്കാളി ചട്നി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തക്കാളി നല്ല കഴുകി വൃത്തിയാക്കി തക്കാളി ഇവനെ 2 3 4 കട്ട് ചെയ്യുക. എന്നിട്ട് സവോളയും അതുപോലെ തന്നെ 2 3 4 കട്ട് ചെയ്യുക. നല്ല സ്റ്റൈലായിട്ട് കട്ട് ചെയ്യുക. കണ്ടോ, കാണുമ്പോൾ തന്നെ രസമില്ലേ. ഈ സാധനം കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക. കാരണം വീട്ടിൽ രാവിലെ ഇഡ്ഡലി ദോശ ചട്നിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവം കിട്ടുക സാധനമാണ്. എന്നിട്ട് നമ്മുടെ സ്ഥിരം കലാപരിപാടി തീ പിടിപ്പിക്കൽ. എന്നിട്ട് ഉരുളി ചൂടാക്കുക. ഉരുളി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ നല്ല സ്റ്റൈലായിട്ട് ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. ഒഴിച്ച ശേഷം അവിടെ നിന്ന് മൂത്ത് കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഇതുപോലെ ഉഴുന്നിട്ട് കൊടുക്കുക. ഉഴുന്നിട്ട് അതിൽ ലേശം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഓവറാക്കൽ, കളർ മാറിക്കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് ഏകദേശം പരിവായി വരുമ്പോഴേക്ക് ഇതിലേക്ക് മുളകിട്ട് കൊടുക്കുക. മുളകിട്ട ശേഷം അവനെ ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക. ഓവറാക്കല്, കളറായി കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ മാറിപ്പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ശേഷം നമ്മൾ സവോള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നിടത്തിൽ മറിമറിക്കുക. അവനെയും ഇതിലിട്ടങ്ങ് നല്ലോണം റോസ്റ്റ് ചെയ്യുക. അതും കളറാവല് നമ്മളൊന്ന് വാട്ടിയെടുക്കുന്ന രീതിയിലാണ് ഈ സംഭവം ചെയ്യുന്നത് കേട്ടോ. അതും ഇതുപോലെ ഇട്ടിടുക. അതിനുശേഷം ഇഞ്ചി അത് നീളത്തിലെറിഞ്ഞോ ചെറുതായി എരിഞ്ഞായാലും ഒരു കുഴപ്പമില്ല, എടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ലേശം വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ടില്ലേലും കുഴപ്പമില്ല, ലേശം വെളുത്തുള്ളിയും കൂടെ ഇട്ട ശേഷം ഇവനെ മൊത്തത്തിലിട്ടങ്ങ് കലക്കുക. ഏകദേശം ഈ ഒരു പരുവത്തിലായി വരുമ്പോഴേക്ക് ഇനി അടുത്താണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. ചെറുതായി എരിഞ്ഞ തക്കാളി എടുത്തൊരു മറിക്കുക. എന്നിട്ട് ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഈ സാധനം എല്ലാം കൂടെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ് ഉപ്പ് ആ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഉപ്പും കൂടെ ഇട്ട് ഇവനെ നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് കറിവേപ്പില നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ഇട്ട ശേഷം നല്ലോണം റോസ്റ്റ് ചെയ്യുക. ഈ ഒരു പരുവത്തിനും പാകത്തിനൊക്കെ ആയി വരുന്നത് കണ്ടില്ലേ, ആ ഒരു ലെവലിലാകുന്നവരെ ഇവനെ നല്ല രീതിയിലങ്ങ് റോസ്റ്റ് ചെയ്യുക. അത് ഏകദേശം വാടി, നിങ്ങൾക്കറിയാലോ ഈ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് വാടി കിട്ടുന്ന രീതിയിൽ റോസ്റ്റ് ആക്കുന്നത്. ഈ റോസ്റ്റ് പോലെയല്ല, ഒന്ന് വാടി കിട്ടണം. വാടി കിട്ടി കഴിയുമ്പോഴേക്ക് അതിലേക്ക് മസാലയെ ലേശം മഞ്ഞപ്പൊടി ലേശം മുളക് പൊടിയും കൂടി ഇട്ട ശേഷം അവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക, ആ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ. എന്നിട്ട് ലേശം കായപ്പൊടി ഇട്ട് കൊടുക്കുക. അത് ലേശം കായപ്പൊടി ഇട്ടാൽ മതി കേട്ടോ, കൂടുതലിടണ്ട. ലേശം കായപ്പൊടിയും കൂടി ഇട്ട ശേഷം ഇവനെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കൊറിയാണ്ടർ ഇതുപോലെ പിച്ചിക്കീറിയും ഇട്ട് കൊടുക്കുക. കൊറിയാണ്ടറും കൂടെ ഇട്ട ശേഷം അവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് മൂത്ത് ഈ ഒരു പരുവത്തിനായിരിക്കണം. നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ ഈ സമയത്ത് തന്നെ കേട്ടോ. നല്ല സ്മെല്ലായിട്ട് പൂത്ത് പരുവായിട്ടിരിക്കുന്ന സമയത്ത് അതിലേക്ക് ലേശം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അത് നോക്കിയിട്ട് വേണം ഇട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ തോന്നും അടിയിലൊക്കെ പിടിക്കുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടെ ഒഴിച്ച ശേഷം അവനെ ഇതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല പരുവായി കിട്ട് കഴിക്കുക കേട്ടോ. നല്ല പരുവായിട്ട് ചട്നി റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഇനിയാണ് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുക. നല്ല ഫ്രഷ് തേങ്ങാപ്പീരയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവനെ മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏകദേശം ആ പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. തേങ്ങാതെയും ആ മസാലയും എല്ലാത്തിൻ്റെ ഒന്ന് പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്ത് ലെവലാക്കിയ ശേഷം മിക്സി ജാർ എടുക്കുക. മിക്സി ജാറിലേക്ക് നല്ല സ്റ്റൈലായിട്ട് അവനെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ വാരി വിതറുക കണ്ടോ. അത് ഇട്ട ശേഷം ഇനി അതിലേക്ക് ലേശം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് അരയ്ക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. ലേശം വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. ലേശം വെള്ളം ഒഴിച്ച ശേഷം ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഒരു തരിപ്പുള്ള രീതിയിൽ വേണം പേസ്റ്റാക്കി എടുക്കാം, എന്നാലേ ഈ ചട്നിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഇഡ്ഡലിക്കായാലും ദോശയ്ക്കായാലും ഒരു തരിപ്പുള്ള രീതിയിൽ വേണം ഈ സാധനം ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് അവനെ ആ ഒരു കുഴമ്പ് രൂപത്തിലൊക്കെ ആക്കി എടുത്ത് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ മിക്സി ജാറിലിട്ട് ലേശം വെള്ളമൊക്കെ ഒഴിച്ച് ശേഷം അവനെയും ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ബൗളിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കുക. അടുത്ത് നല്ലൊരു കിടിലൻ ദോശ ഉണ്ടാക്കുക. ആ ദോശ മുകളിലേക്ക് ലേശം നെയ്യും കൂടെ ഇട്ട് അവൻ സെറ്റാക്കി എടുക്കുക. ആ സമയത്ത് നിങ്ങളോടെല്ലാം പറയുന്നത് നമുക്ക് കിടുക്കാച്ചി അച്ചാറുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഹോം മെയ്ഡ് അച്ചാർ, ബീഫ്, ചിക്കൻ, കേരമീൻ, ചെമ്മീൻ, അങ്ങനെ വെറൈറ്റി കുറേ ഉണ്ട്. ഇവ അച്ചാറുകളൊക്കെ വേണമെങ്കിൽ അതിൻ്റെ നമ്പർ നമ്മുടെ ചാനലിലേക്ക് തന്നെ കിടപ്പുണ്ട്. പുറകോട്ട് നോക്കിയാൽ നമ്മുടെ നമ്പർ കിടപ്പുണ്ട്. ഇല്ല മെസ്സേജ് അയച്ചാലും മതി, നമ്പർ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ സമയം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ നമ്മൾ കൊറിയർ അയച്ച് കഴിക്കും. എന്നിട്ട് നമ്മുടെ ഈ ദോശ മുകളിലേക്ക് ഈ ചട്നി ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് വെച്ചിട്ട് എൻ്റെ ചങ്ങാതി ഒന്ന് പിടിക്കണം കേട്ടോ, കിളി പറക്കും. എന്നിട്ട് സൈഡിൽ നമ്മുടെ അച്ചാറും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബീഫ് അച്ചാറോ ചിക്കൻ അച്ചാറോ കേരമീൻ
ചെമ്മീനച്ചാറ് ചെമ്മീനച്ചാറും കൂടെ വെച്ചിട്ട് ആ ദോശ കൂട്ടി ഒരു പിടുത്തം പിടിച്ചാൽ എൻ്റെ ചങ്ങാതി ആരും കിളി പറക്കും. അപ്പോൾ ഓർഡർ ചെയ്യാൻ മറക്കല്ലേ. വാട്സപ്പ് നമ്പർ നമ്മുടെ പഴയ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി, നമ്മുടെ നമ്പർ ഇട്ട് കഴിക്കും. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ കൊറിയർ അയച്ച് കിടക്കാച്ചി അച്ചാറോ ആ ചട്നിയും കൂടെ കൂട്ടി ഒരു പിടുത്തം പിടിച്ച ചങ്ങാതി സ്വർഗ്ഗം മാമ. സ്വർഗ്ഗം എന്ന് പറയുന്ന സംഭവം കിളി പറക്കും എൻ്റെ ചങ്ങാതി. ഒരു രക്ഷ